പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, മരിയൻ ധ്യാനത്തിൻ്റെ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കരുണയാൽ 3 ദിവസം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കാനും പരിശുദ്ധ മാതാവിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും നമുക്കിടയായതിന് ദൈവത്തിന് നന്ദി പറയാം. മരിയൻ ധ്യാനത്തിൻ്റെ 4-ാമത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ കൂടി ആഘോഷിക്കുന്ന ദിനമാണല്ലോ ഓഗസ്റ്റ് 15. പ്രൈസ് ദ ലോർഡ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യവും നമുക്ക് മറക്കാവുന്നതല്ല. പരിശുദ്ധ അമ്മ ഈ ലോക ജീവിതത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ കിരീടം ചൂടിക്കുന്നതിന് തൻ്റെ ദൂതന്മാരാൽ അമ്മയെ സ്വർഗത്തിലേക്ക് എടുത്തു. സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സകലർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെയും ചിന്തിച്ചു, പരിശുദ്ധ അമ്മ വഴി ദൈവം ഇന്ന് നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, പരിശുദ്ധ മാതാവിന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ, ദൈവം തൻ്റെ അമ്മയെ എങ്ങനെയാണ് സഹരക്ഷകയായി സ്വർഗീയ മധ്യസ്ഥയായി മാറ്റിയത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധ മാതാവ് നമുക്ക് സഹരക്ഷകയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയാണ്. സ്നേഹമുള്ളവരെ, ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് അഭ്യർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങ് ഉന്നതങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മേൽ ആവസിച്ച് പരിശുദ്ധ മാതാവിനെക്കുറിച്ചുള്ള കൂടുതൽ ആഴപ്പെട്ട ചിന്തകളിലേക്കും ധ്യാനങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും വിശ്വാസ തലത്തിലേക്കും ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. പരിശുദ്ധ മാതാവേ, ഈ മരിയൻ ധ്യാനത്തിൻ്റെ അവസാന ദിനമായി ഇന്ന് ഇത് സംബന്ധിക്കുന്ന സകലർക്കും സമൃദ്ധമായ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ നിറയുന്നതിന് അമ്മ സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഭൂമിയിലെ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ ദൈവത്തിൻ്റെ സഹായം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരികയും ചെയ്യണമേ. നമുക്കൊരുമിച്ച് ഒരു നിമിഷം പരിശുദ്ധ മാതാവിനോടും സ്വർഗവാസിനോടും ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് നമുക്ക് ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അനേകിടങ്ങളിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകലരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൃപയും നിറയാൻ ദൈവമേ അവിടുന്ന് അനുഗ്രഹം ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സഹരക്ഷകയാണ് പരിശുദ്ധ അമ്മ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏത് വിധത്തിലാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ മാതാവ് പങ്കാളിയായി തീർന്നത്? അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ മൂലമാണ് എന്ന് നമുക്കറിയാം. ആദ്യ മാതാവായ ഹവ്വായുടെ പാപം നിമിത്തം ലോകത്തിലെ സകല മനുഷ്യരും പാപത്തിനടിമയായി. ജന്മപാപം എന്ന പാപം നമ്മുടെ ഓരോരുത്തരുടെ മേൽ ആധിപത്യം പുലർത്തി. ആദ്യ മാതാവായ ഹവ്വായുടെ അനുസരണക്കേടാണ് ദൈവവചനത്തെ അവിശ്വസിച്ചതും പിശാചു പറഞ്ഞതിനെ വിശ്വസിച്ചതുമാണ് ഈ തിന്മയ്ക്ക് കാരണമായി തീർന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു വ്യക്തിയുടെ അനുസരണക്കേട് ലോകത്തെ മുഴുവൻ പാപത്തിലേക്ക് നയിച്ചെങ്കിൽ, പാപത്തിൻ്റെ ആധിപത്യത്തിലേക്ക് തള്ളിയിട്ടെങ്കിൽ, മറ്റൊരു വ്യക്തിയുടെ അനുസരണം, ഒരു സ്ത്രീയുടെ അനുസരണക്കേട്, മറ്റൊരു സ്ത്രീയുടെ അനുസരണം, അത് ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്തു. അതാണ് രണ്ടാമത്തെ ഹവ്വ മാതാവ് മറിയം. പ്രൈസ് ദ ലോർഡ്. ആദ്യത്തെ ഹവ്വ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി ചിന്തിച്ചപ്പോൾ രണ്ടാമത്തെ ഹവ്വ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ആമേൻ പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതാണ് ദൈവിക പദ്ധതി ഈ ലോകത്തിൽ പൂർത്തിയാകാൻ കാരണമായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാ കർത്താവിൻ്റെ ദാസി, ലൂക്ക 1:38, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് തന്നെ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ
രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് ചെയ്തത്. കർത്താവിൻ്റെ പദ്ധതിയോട് സഹകരിക്കാൻ മനസ്സ് കാണിച്ച ഒരു പെൺകുട്ടി. പ്രൈസ് ദ ലോർഡ്. എന്താണ് അവൾ കാണിച്ച മനസ്സ്? ദൈവത്തിൻ്റെ പദ്ധതി എന്നിലൂടെ പൂർത്തിയാകാൻ ഞാൻ എന്നെ നൽകുന്നു, വിട്ടുകൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം എന്നിലൂടെ പൂർത്തിയാകാൻ, ദൈവത്തിൻ്റെ ഹിതം എന്നിലൂടെ പൂർത്തിയാകാൻ തൻ്റെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും ദൈവത്തിന് മുമ്പിൽ അടിയറ വയ്ക്കുകയാണ് ഈ കന്യക ചെയ്തത്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ആരംഭം കുറിക്കുന്നത് പരിശുദ്ധ മാതാവിൻ്റെ ഉദരത്തിലാണ്. ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് സ്വന്തം ശരീരത്തിൽ മനുഷ്യൻ്റെ പാപങ്ങൾ വഹിച്ച് കുരിശിൽ പാപത്തിന് പരിഹാരം ചെയ്ത് അവൻ്റെ മേലുള്ള പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ തിരുമനസ് ആയ ദൈവം മനുഷ്യനായി അവതരിക്കേണ്ടി ഇരുന്നു. മനുഷ്യനായി അവതരിക്കാൻ ഒരു വ്യക്തിയുടെ സഹായം ദൈവത്തിന് ആവശ്യമായിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിക്കാൻ അനുവാദം ചോദിച്ച് മാലാഖ വഴി ദൈവം മറിയത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇതാ കർത്താവിൻ്റെ ദാസി, ഞാൻ നിൻ്റെ അടിമയാണ്, നിനക്ക് ഇഷ്ടമുള്ളത് എൻ്റെ ജീവിതത്തിൽ ചെയ്യാം. ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു പന്ത് കിട്ടുമ്പോൾ അത് ഇഷ്ടമുള്ളതുപോലെ തട്ടുന്നത് പോലെ ജീവിതത്തെ തട്ടാൻ, ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കുകയാണ് പരിശുദ്ധ അമ്മ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് ആദ്യം വാതിൽ തുറന്നു കൊടുക്കുന്നത് പരിശുദ്ധ കന്യാമറിയമാണ്. പ്രൈസ് ദ ലോർഡ്. യേശു ക്രിസ്തുവിന് ജനിക്കാൻ അവസരം കൊടുക്കുന്നത് വഴി. സ്നേഹമുള്ളവരെ, അതുമാത്രമല്ല, പിന്നീട് അങ്ങോട്ട് ചിന്തിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും പരിശുദ്ധ മാതാവ് ബൈബിളിൽ എല്ലായിടങ്ങളിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി സുവിശേഷകർ ചിത്രീകരിക്കുന്നില്ലെങ്കിലും നമുക്ക് കാണാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം മാതാവിൻ്റെ സാന്നിധ്യം നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ പരിച്ഛേദന കർമ്മം നടത്താൻ ദേവാലയത്തിൽ പരിശുദ്ധ മാതാവിനോട് ചേർന്ന് യോസേപ്പ് പിതാവിൻ്റെ കൂടെ ദേവാലയത്തിലേക്ക് പോകുന്ന സംഭവം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ദൈവത്തിന് തൻ്റെ കുഞ്ഞിനെ സമർപ്പിക്കുന്നത്. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിൽ ജെറൂസലേം ദേവാലയത്തിൽ 12 വയസ്സുള്ളപ്പോൾ യേശുവിനെ കാണാതെ പോകുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പിന്നീട് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിൽ കല്യാണ വീട്ടിൽ വെച്ച് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിനുള്ള സമയമായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ മകനെ പരസ്യ ജീവിതത്തിലേക്ക് ആനയിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ. തൻ്റെ മകൻ മനുഷ്യകുലത്തിൻ്റെ പാപം മുഴുവനും സ്വന്തം ശരീരത്തിൽ വഹിച്ച് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും പാപം ഏറ്റെടുത്ത് അതിൻ്റെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ വഹിച്ച് പാപികൾക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരു കുറ്റവാളിയെപ്പോലെ തൂങ്ങിക്കിടക്കുന്ന തൻ്റെ മകൻ്റെ മുമ്പിൽ നിൽക്കുന്ന അമ്മ. പ്രിയപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ചു പോയപ്പോൾ തൻ്റെ വത്സല ശിഷ്യന്മാരും താൻ സ്നേഹിച്ചവരും തന്നെ സ്നേഹിച്ചവരും ഒക്കെയും കൈവിട്ടപ്പോൾ നിറഞ്ഞ ചങ്കുറ്റത്തോടെ ഉറച്ച ബോധ്യത്തോടെ ആ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി യേശുവിനോട് സഹകരിച്ച് കുരിശിന് താഴെ നിന്ന പരിശുദ്ധ അമ്മ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ വളരെ തികഞ്ഞ മനസ്സോടും ആത്മാർത്ഥതയോടും കൂടെ പങ്കാളിയായ വ്യക്തിയാണ് പരിശുദ്ധ മാതാവ്. പ്രൈസ് ദ ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര സംഭവങ്ങളിലെല്ലാം മാതാവിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. കർത്താവിനോട് ചേർന്ന് രക്ഷാകര പ്രവൃത്തികളിൽ പങ്കാളിയായ ഇതുപോലെ മറ്റൊരു വ്യക്തി ഇല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അത്രമാത്രം യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര സംഭവങ്ങളോട് സഹകരിച്ച വ്യക്തി, തന്നെ വിട്ടുകൊടുത്ത വ്യക്തി, യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ അനുഭവിച്ച അതികഠിനമായ വേദനകൾ സ്വന്തം മനസ്സിൽ അനുഭവിച്ച വ്യക്തി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് സഭ സഹരക്ഷക
എന്ന ഒരു സ്ഥാനപ്പേര് നൽകി പരിശുദ്ധ മാതാവിനെ ബഹുമാനിച്ചത്. ഹല്ലേലൂയ. ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര സംഭവങ്ങളിൽ തൻ്റെ പങ്ക് നിർവഹിച്ച് യേശുവിലേക്ക് മറ്റുള്ളവരെ അടുപ്പിച്ച് കർത്താവിൻ്റെ വചനത്തിൽ മറ്റുള്ളവരെ ചേർത്ത് നിർത്തി ജീവിതം മുൻപോട്ട് നയിച്ച പരിശുദ്ധ മാതാവിനെ ദൈവം ബഹുമാനിച്ചത് എങ്ങനെയാണ്? ഈ ഭൂമിയിൽ ആ മഹത്വപൂർണമായ ശരീരം അഴിഞ്ഞു പോകാൻ അനുവദിക്കാതെ തൻ്റെ ദൂതന്മാരെ വിട്ട് സ്വർഗത്തിലേക്ക് ദൂതന്മാരുടെ അകമ്പടിയോടെ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുകയാണ്. സ്വർഗാരോഹണ തിരുനാൾ മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് സംവഹിച്ച് സ്വർഗത്തിൽ വിജയകിരീടം ചാർത്തുകയാണ് പരിശുദ്ധ അമ്മയെ ദൈവം. ഹല്ലേലൂയ. അത്രമാത്രം ദൈവം ബഹുമാനിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ മാതാവ്. ഹല്ലേലൂയ. ആദ്യം മുതലേ നമ്മളത് കണ്ടതാണ്. ദൈവകൃപ നിറഞ്ഞവളെ എന്ന വാക്കിലൂടെ ദൈവം മറിയത്തിൻ്റെ മുമ്പിൽ നിന്ന് ദൈവത്തിലുള്ള ബഹുമാനം അറിയിച്ചതാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. മാതാവിനൊരു സ്തുതി പറയാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇതുപോലെ ചരിത്രത്തിൽ ബഹുമാനിച്ച മറ്റാരാണുള്ളത്? ആ വ്യക്തിയോടുള്ള ബഹുമാനത്തിൻ്റെ പൂർണ്ണതയാണ് നമ്മൾ സ്വർഗാരോഹണ തിരുനാളിൽ കാണുന്നത്. പരിശുദ്ധ മാതാവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് സംവഹിച്ച് ത്രിലോകരാജ്ഞിയായി കിരീടം ചൂടിപ്പിച്ച് തൻ്റെ മാലാഖമാരുടെയും സ്വർഗവാസിയുടെയും മുൻപിൽ അവരുടെ എല്ലാം രാജ്ഞിയായി അവരോധിക്കുകയാണ് ദൈവം ചെയ്തത്. ഹല്ലേലൂയ. എന്തതിന് കാരണം? യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയോട് ഇതുപോലെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ചേർന്ന മറ്റൊരു വ്യക്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇത്രമാത്രം ബഹുമാനിച്ച് ത്രിലോകരാജ്ഞിയായി ആദരിച്ച് കിരീടം ചൂടിപ്പിച്ച് വാഴിച്ചത്. പ്രൈസ് ദി ലോർഡ്. സഭ അവൾക്ക് സഹരക്ഷക എന്ന സ്ഥാനം നൽകുന്നതും അതുകൊണ്ടാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു രക്ഷകനുണ്ട് സ്വർഗത്തിൽ. അത് യേശുക്രിസ്തുവാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയോട് പങ്കാളിയായ ഒരമ്മയും നമുക്കുണ്ട് സഹരക്ഷയായ സ്വർഗത്തിൽ. നമുക്ക് ഒരു സ്വർഗീയ മധ്യസ്ഥയായി പിതാവിൻ്റെ സന്നിധിയിൽ ഇന്നും ജീവിക്കുന്ന മാതാവുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്ക് യേശുവുണ്ട്, നമ്മുടെ രക്ഷകനും കർത്താവും നാഥനുമായ നമ്മുടെ യേശു. അതുമാത്രമല്ല, നമുക്കൊരമ്മയുണ്ട്. കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് യോഹന്നാൻ്റെ കയ്യിൽ യേശുക്രിസ്തു ഏൽപ്പിച്ച അമ്മ. യോഹന്നാൻ്റെ സുവിശേഷം 19:26 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന അമ്മ. സ്നേഹമുള്ളവരെ, ആ അമ്മ വഴി നമുക്കിന്ന് സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ മധ്യസ്ഥയാണല്ലോ നമ്മുടെ അമ്മ. സ്വർഗീയ മധ്യസ്ഥയായ നമ്മുടെ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്തതൊന്നും നഷ്ടപ്പെട്ടു പോകാതെ അതെല്ലാം അനുഗ്രഹമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു തരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സ്വർഗീയ മധ്യസ്ഥയോടുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന വഴി നമ്മൾ നടത്തുന്നത്. അതായത് ജപമാല പ്രാർത്ഥന വഴി നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്നേഹമുള്ളവരെ, ജപമാല പ്രാർത്ഥന വഴി നമ്മൾ ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര സംഭവങ്ങളെ ധ്യാനിക്കുകയാണ്. ആരോട് ചേർന്ന്? പരിശുദ്ധ അമ്മയോട് ചേർന്ന്. പലരും പറയാറുണ്ട്, ഇതൊരു ആവർത്തന വിരസതയല്ലേ, ഇത് ഇങ്ങനെ നിരന്തരം ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇത് മാതാവിന് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ദൈവം ബഹുമാനിച്ച വ്യക്തിക്ക് നമുക്കെന്താ പ്രാധാന്യം കൊടുത്താൽ? ദൈവം ബഹുമാനിച്ച വ്യക്തിയെ നമുക്കെന്താണ് ബഹുമാനിച്ചാൽ? ദൈവം ഇതുപോലെ ആദരിച്ച് ഇതുപോലെ സ്വർഗീയ രാജ്ഞിയായി കിരീടം ധരിപ്പിച്ച പരിശുദ്ധ മാതാവിനെ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും ഒരു തെറ്റാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കർത്താവിൻ്റെ അമ്മയല്ലേ, നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയല്ലേ, സഹരക്ഷകയല്ലേ, ദൈവം ഇതുപോലെ ബഹുമാനിച്ച ഒരു വ്യക്തിയല്ലേ. ആ വ്യക്തിയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ബഹുമാനിക്കുമ്പോൾ ഞാൻ ദൈവത്തെ തന്നെയാണ് ബഹുമാനിക്കുന്നത്. ദൈവം അയച്ച വ്യക്തിയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്വീകരിക്കുന്നു. ദൈവം അയച്ച വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നു. ദൈവം അയച്ച വ്യക്തിയോട് നമ്മൾ ആദരവ് കാണിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ ആദരിക്കുകയാണ് ചെയ്യുന്നത്, മറ്റൊന്നുമല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു 9 മാസം കിടന്ന ആ ശരീരത്തെ ദൈവം ഇതുപോലെ ഉയർത്തിയില്ലേ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ 33 വർഷം ഈ ഭൂമിയിൽ കൈപിടിച്ച് നടത്തിയ ആ അമ്മയെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തില്ലേ? അതാണ് നമ്മുടെ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ കൊണ്ടാടുന്നത്. ഹല്ലേലൂയ. ആ ശരീരം അഴിഞ്ഞു പോകാൻ ദൈവം അനുവദിച്ചില്ലല്ലോ എന്നല്ലേ പാരമ്പര്യം പറയുന്നത്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് ഇതുപോലെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത
ഈ അമ്മയോടുള്ള നമ്മുടെ ഭക്തി ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അത് സത്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ തലമുറയിലും പെട്ടവർ ദൈവത്തെ ഭാഗ്യവതി പ്രകീർത്തിക്കുകയാണ്. കാരണം എന്താ? ദൈവത്താൽ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ട്. ഹല്ലേലൂയ. ഈ സ്വർഗീയ മധ്യസ്ഥയോട് നമ്മൾ ജപമാല വഴി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര സംഭവങ്ങൾ നമ്മൾ ധ്യാനിച്ച് ക്രിസ്തുവിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് മാതാവിലേക്കല്ല, ക്രിസ്തുവിലേക്ക് വളരുകയാണ്. പരിശുദ്ധ മാതാവിൻ്റെ കൈക്ക് പിടിച്ച് യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര അനുഭവങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ച് യേശു ക്രിസ്തുവിൻ്റെ രക്ഷ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ജപമാലയിൽ നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാണ്ട് മറ്റൊരു രക്ഷകനെ നമ്മൾ അവതരിപ്പിക്കുകയല്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തന്നെ ജപമാല പ്രാർത്ഥന വഴി ധാരാളം അനുഗ്രഹങ്ങൾ ഇന്ന് സഹരക്ഷക നമ്മുടെ സ്വർഗീയ മധ്യസ്ഥ ലോകത്തിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരിയൻ ധ്യാനത്തിൻ്റെ അവസാന ദിനം നമുക്ക് പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയിലും മാതാവിനുള്ള പ്രാർത്ഥനയിലും കൂടുതൽ വളരാൻ പരിശ്രമിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, 9-ാം പിയൂസ് മാർപ്പാപ്പയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൽ തന്നെ സെമിനാരിയിൽ ചേർന്ന് ഒരച്ഛനാകണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ച വ്യക്തിയാണ് 9-ാം പിയൂസ് മാർപ്പാപ്പ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ പഠനാനന്തരം അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു. വൈദികരാനുള്ള ആഗ്രഹത്തോടെ പഠിച്ചു. ആ പഠനത്തിനിടയിൽ വലിയൊരു ദുരന്തം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ചുഴലിദീനം എന്ന രോഗം പിടിപെട്ട് ചികിത്സിച്ചിട്ട് മാറുന്നില്ല. അങ്ങനെ സെമിനാരിയിലെ റക്ടറച്ഛനും മറ്റു വൈദികരും ചേർന്ന് ഈ സെമിനാരിക്കാരോട് പറഞ്ഞു, നീ വീട്ടിലേക്ക് മടങ്ങുക, ഈ രോഗം കൊണ്ട് നമുക്കൊരു വൈദികനായി തീരാൻ സാധിക്കില്ല. വളരെ വേദനയോടെ കണ്ണുനീരോടെ ആ യുവാവ് സെമിനാരി ജീവിതം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അവിടെ പൊലിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ വലിയ സ്വപ്നം ഇല്ലാതായി തീർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോകാൻ നേരത്ത് റക്ടറച്ഛൻ ഒരു കൊന്തെടുത്ത് ഈ സെമിനാരിക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നിരാശപ്പെടണ്ട, നീ വീട്ടിൽ ചെന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുക, സ്വർഗീയ മധ്യസ്ഥയായ നമ്മുടെ രാജ്ഞി മോനെ സഹായിക്കും. അത് പറഞ്ഞ് ഈ റക്ടറച്ഛൻ ഈ സെമിനാരിക്കാരനെ സെമിനാരിയിൽ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഈ ചെറുപ്പക്കാരൻ റക്ടറച്ഛൻ്റെ വാക്കിനെ മാനിച്ചു. അദ്ദേഹം ഈ ജപമാല സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശപ്പെടാതെ എനിക്കൊരമ്മ സ്വർഗത്തിലുണ്ട്, എന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരു സ്വർഗീയ മധ്യസ്ഥ സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ നിരന്തരം ജപമാല ചൊല്ലാൻ ആരംഭിച്ചു. സെമിനാരിൽ നിന്ന് പറഞ്ഞു വിട്ടല്ലോ, ഇനി എൻ്റെ ജീവിതം തീർന്നല്ലോ, വൈദികനെ കുറ്റം പറഞ്ഞ് സഭയെ കുറ്റം പറഞ്ഞ് തള്ളി നീക്കാനല്ല അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തുനിഞ്ഞത്. അദ്ദേഹം എന്ത് ചെയ്തു? ജപമാല കൈകളിലേന്തി വിശ്വാസത്തോടെ തൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശു ക്രിസ്തു തൻ്റെ അമ്മയിലൂടെ പ്രവർത്തിക്കുമെന്ന് ആ ചെറുപ്പക്കാരൻ വിശ്വസിച്ചു. ദിനരാത്രങ്ങൾ മുൻപോട്ട് പോയി. നാളുകൾ പലത് കഴിഞ്ഞു. അദ്ദേഹം നിരാശപ്പെട്ടില്ല, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലം എന്താണെന്നറിയാമോ? ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു. സെമിനാരിൽ നിന്ന് പറഞ്ഞു വിട്ട ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസഹായത്താൽ നമ്മുടെ കർത്താവ് ഇടപെടുകയാണ്. സ്വർഗീയ മധ്യസ്ഥയായ അമ്മ ആ ജീവിതത്തിൽ ഇടപെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ബാല്യകാല അഭിലാഷം പൂർത്തിയാക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങൾ അവിടെ പ്രവർത്തിച്ചു. എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഒരുപക്ഷെ നമ്മളിൽ പലരും വായിച്ചിട്ടുണ്ടാകാം. എങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഇത് ആഴത്തിൽ പതിഞ്ഞ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു വിശ്വാസതീഷ്ണതയിലേക്ക് നമ്മളെ നയിക്കും സഹോദരങ്ങളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചേർന്ന് പറയാം ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 9-ാം പിയൂസ് പാപ്പായുടെ ബാല്യം ഇങ്ങനെ ഒരു വൈദികനാൾ ആഗ്രഹമായിരുന്നെങ്കിൽ ഇടയ്ക്ക് വെച്ചത് കരിഞ്ഞു വീണപ്പോൾ നിരാശപ്പെടാതെ റക്ടറച്ഛൻ്റെ ആ വാക്കിനെ വിശ്വസിച്ച് അദ്ദേഹം ജപമാല കരങ്ങളിലേന്തി ദിനരാത്രങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മേ, എനിക്ക് സൗഖ്യം നൽകണമേ, മാതാവേ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ, പരിശുദ്ധ അമ്മേ, സ്വർഗീയ മധ്യസ്ഥേ, എനിക്ക് വേണ്ടി ഈശോയോട് പറയണമേ, വാദിച്ചുകൊണ്ടേ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലം പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലം ആ രോഗത്തെ യേശു ക്രിസ്തു പരിപൂർണമായി സൗഖ്യപ്പെടുത്തി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പരിപൂർണ സൗഖ്യം കിട്ടിയ ആ ചെറുപ്പക്കാരൻ വീണ്ടും സെമിനാരിലേക്ക് പോവുകയാണ്. ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് കാണിച്ചു, രോഗമില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. വീണ്ടും അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു, പഠിച്ചു, ഒരു നല്ല വൈദികനായി തീർന്നു. ആ വൈദികൻ പിന്നീട് മെത്രാനായി തീർന്നു, മെത്രാൻ കർദിനായി തീർന്നു, കർദിനാൾ മാർപ്പാപ്പയായി അവരോധിക്കപ്പെട്ടു.
എൻ്റെ പ്രിയപ്പെട്ടവരെ, 9-ാം പീയൂസ് പാപ്പ എന്ന നാമധാരിയായി 36 വർഷക്കാലം സഭയെ ധീരമായി മുൻപോട്ട് നയിക്കാൻ ഈ പാപ്പയെ പരിശുദ്ധ മാതാവ് സഹായിച്ചു. ഹല്ലേലൂയ. ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവജനമേ, നിങ്ങൾ ഇന്ന് ഏതെങ്കിലും പ്രശ്നത്തിൽ വഴിമുട്ടി നിൽക്കുന്നവരാണോ എങ്കിൽ ഈ അനുഭവം നിങ്ങൾ ഓർത്തു നോക്കുക. പരിശുദ്ധ മാതാവ് ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം നൽകാൻ കഴിവുള്ളവളാണെന്ന് നീ വിശ്വസിക്കണം. ജപമാല ചൊല്ലി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ സഹരക്ഷയോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര അനുഭവങ്ങൾ നമ്മൾ സ്വന്തമാക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂയി പാസ്റ്റർ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മനുഷ്യനാണ്. അദ്ദേഹം ശാസ്ത്രജ്ഞനാണ്. പേപ്പട്ടി വിഷം കണ്ടുപിടിച്ച വ്യക്തിയാണ് ലൂയി പാസ്റ്റർ. അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? പരിശുദ്ധ മാതാവിന് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പരസ്യമായി കൊന്ത കയ്യിലെടുത്ത് അദ്ദേഹം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങൾക്കറിയുമോ, പരിശുദ്ധ മാതാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ഭക്തിയും സ്വർഗീയ മധ്യസ്ഥയുടെ സാന്നിധ്യവുമാണ് വലിയ കണ്ടുപിടുത്തങ്ങൾ ലോകത്ത് നടത്താൻ ഈ ലൂയി പാസ്റ്ററെ സഹായിച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചൈതന്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടെടുക്കണം. ഈ മരിയൻ ധ്യാനത്തിലൂടെ പരിശുദ്ധ മാതാവിനെക്കുറിച്ച് വലിയ വലിയ ചിന്തകളൊന്നും നമുക്ക് ലഭിച്ചില്ലെങ്കിലും നമ്മുടെ വിശ്വാസത്തെ ഒരു പടി കൂടി മുൻപോട്ട് നയിക്കാൻ പറ്റുന്ന ചിന്തകളും അനുഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഈ മരിയൻ ധ്യാനത്തിൻ്റെ അവസാന ദിനമായി ഇന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ഇന്ന് കൊന്തയെല്ലാൻ സമയമില്ലെങ്കിൽ, ജപമാല പ്രാർത്ഥന ഒരു ആവർത്തന വിരസതയാണെന്ന് പറഞ്ഞ് നീ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പുനഃസ്ഥാപിക്കണം. ഹല്ലേലൂയ. ഓരോരുത്തരും അത് കയ്യിലെടുക്കണം. ജീവിത പ്രതിസന്ധികളിൽ നീ നട്ടം തിരിയുമ്പോൾ, നിൻ്റെ ജീവിതത്തിൽ പാപങ്ങളും തിന്മയുടെ ആധിപത്യങ്ങളും തലയുയർത്തി നിൽക്കുമ്പോൾ, സർപ്പത്തിൻ്റെ തലയെ തകർത്ത സഹരക്ഷയായ പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിലുണ്ട്. ആദ്യത്തെ ഹൗവ അനുസരണക്കേട് മൂലം നമ്മളെ തിന്മയിലേക്കാണ് നയിച്ചതെങ്കിൽ, രണ്ടാമത്തെ ഹൗവ കന്യകയായ പരിശുദ്ധ ദൈവമാതാവ്, നമ്മൾ അമലോത്ഭവയായ ദൈവമാതാവ്, സ്വർഗാരോപിതയായ മാതാവ് നമ്മളെ യേശുവിൻ്റെ രക്ഷയിലേക്ക് നയിക്കാൻ കഴിവുള്ളവളാണെന്ന് നീ വിശ്വസിക്കണം. മാതാവിനോട് ചേർന്ന് ജീവിക്കണം. പരിശുദ്ധ അമ്മയെ വിട്ടൊരു ജീവിതം നിനക്കുണ്ടായിരിക്കരുത്. മറ്റ് ഏതൊരു മനുഷ്യരും മാതാവിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവായ കാര്യം പറഞ്ഞാൽ, ഒരു തെറ്റായ കാര്യം പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, അതിനകത്ത് വിശ്വാസം അർപ്പിച്ച് മുൻപോട്ട് പോകരുത്. സഭ എന്ത് പഠിപ്പിക്കുന്നു? സഭയുടെ പ്രബോധനം മറിയത്തെക്കുറിച്ച് എന്താണ്? നമ്മുടെ മാർപ്പാപ്പമാർ മാതാവിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. ആ വഴിയെ നമ്മൾ സഞ്ചരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധ മാതാവ് വഴി സ്വർഗീയമായ കൃപാവരങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമൃദ്ധമായിട്ട് വർഷിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മരിയൻ ധ്യാനത്തിൻ്റെ അവസാന ദിനം ഇന്ന് പരിശുദ്ധ അമ്മ വഴി വലിയ അഭിഷേകം നമുക്കിന്ന് ലഭിക്കും. സ്വർഗീയ മധ്യസ്ഥ നമ്മുടെ സഹരക്ഷക വഴി രക്ഷാകര അനുഭവത്തിലേക്ക് ഇന്ന് കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തും. നിങ്ങൾ വിശ്വസിക്കണം. നമുക്കിന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കണം. നമ്മൾ മാത്രമല്ല ഇന്ന് ആരാധിക്കുന്നത്, നമ്മുടെ കൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ചിന്തിച്ച ആ വിഷയമായെല്ലാം ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മയുണ്ട്, മാലാഖമാരുണ്ട്, വിശുദ്ധരുണ്ട്. അവരോട് ചേർന്ന് നമുക്ക് ഈ ആരാധനയിൽ പങ്കെടുത്ത് പരിശുദ്ധ അമ്മ വഴി സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവിൽ സ്നേഹമുള്ളവരെ, മരിയൻ ധ്യാനത്തിൻ്റെ 4-ാം ദിനം ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് ദൈവത്തെ ആരാധിച്ച് യേശുക്രിസ്തുവിനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയുന്ന
ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. ഈശോ വരേണമേ ഉള്ളിൽ, എൻ ഈശോ വരേണമേ ഉള്ളിൽ. ചേർന്ന് പാടി. ഈശോ വരേണമേ ഉള്ളിൽ, എൻ ഈശോ വരേണമേ ഉള്ളിൽ. ഇതാ നമ്മുടെ നാഥൻ, ഇതാ നമ്മുടെ ദൈവം, ഇതാ നമ്മുടെ രക്ഷകൻ. നമുക്ക് കാണാവുന്ന രൂപത്തിൽ നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വന്ന് നിൽക്കുന്ന കർത്താവ്. ശിരസ്സ് നമിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ യേശുവിനെ സ്വീകരിക്കാം. ദൈവമാണീ തിരുവോസ്തിയിലെന്നു നീ വിശ്വസിക്കേണമാദ്യം. കർത്താവേ, ദൈവമാണീ തിരുവോസ്തിയിലെന്നു നീ വിശ്വസിക്കേണമാദ്യം. ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ചിടുവാൻ നന്നായൊരുങ്ങിടേണം. ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ചിടുവാൻ നന്നായി ഒരുങ്ങിടേണം. ഈശോ വരേണമേ ഉള്ളിൽ, എൻ ഈശോ വരേണമേ ഉള്ളിൽ. ഹൃദയം തുറന്നു കൊടുത്ത് പാടാം. ഈശോ വരേണമേ ഉള്ളിൽ, എൻ ഈശോ വരേണമേ ഉള്ളിൽ. കർത്താവേ, അങ്ങന്റെ ജീവിതത്തിൻ്റെ നാഥനായി എഴുന്നള്ളി വരണമേ. കർത്താവേ, അവിടുന്ന് എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷകനായി എഴുന്നള്ളി വരണമേ. കർത്താവേ, മാറ്റമില്ലാത്ത സ്നേഹമേ, അങ്ങന്റെ ജീവിതത്തിൽ സ്നേഹമായി എഴുന്നള്ളി വരണമേ. ഓരോരുത്തരും പ്രാർത്ഥിച്ച് ജീവിതത്തെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിക്കട്ടെ. വിശ്വാസമോടെ നീ ദിവ്യകൂദാശ സ്വീകരിച്ചെന്നാകിലോ. വിശ്വാസമോടെ നീ ദിവ്യകൂദാശ സ്വീകരിച്ചെന്നാകിലോ. ആശ്വാസമേകിടും തമ്പുരാൻ സത്യമായി സൗഖ്യവും നൽകിടുമേ. ആശ്വാസമേകിടും തമ്പുരാൻ സത്യമായി സൗഖ്യവും നൽകിടുമേ. ഈശോ വരേണമേ ഉള്ളിൽ, എൻ ഈശോ വരേണമേ ഉള്ളിൽ. ഈശോ വരേണമേ ഉള്ളിൽ, എൻ ഈശോ വരേണമേ ഉള്ളിൽ. ഈശോ വരേണമേ ഉള്ളിൽ, എൻ ഈശോ വരേണമേ ഉള്ളിൽ. കർത്താവിന് വേണ്ടി, അവിടുത്തെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് തുറന്നു കൊടുക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ,
ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ ഈശോ ഈ അൾത്താരയിൽ നമ്മളെ നോക്കിയിരിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യത്തിൽ കർത്താവുണ്ട്. 2000 വർഷങ്ങൾക്ക് മുൻപ് ജെറൂസലേം തെരുവീഥിയിലൂടെ നമ്മുടെ കർത്താവ് നടന്നു പോയത് ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ്. ഇന്ന് നമ്മൾ കർത്താവിനെ കാണുന്നതും അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതും ഈ അപ്പത്തിലാണ്. ഇത് യേശുക്രിസ്തുവാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച നമ്മുടെ കർത്താവ്. ഈ കർത്താവ് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ 9 മാസം ജീവിച്ചവനും ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും പിറന്നു വീഴുന്നത് പോലെ പിറന്നവനുമാണ്. അവിടത്തേക്ക് നമ്മളെ സുഖപ്പെടുത്താനും അനുഗ്രഹിക്കാനും കഴിയും. നമ്മുടെ അവസ്ഥകൾ അവിടത്തേക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, രക്ഷകനായ ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച പരിശുദ്ധ മാതാവ് രക്ഷാകര പ്രവൃത്തികളിൽ ദൈവത്തോട് എത്രമാത്രം സഹകരിച്ചു എന്ന് വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരിക്കലും തൻ്റെ മകൻ്റെ രക്ഷാകര പദ്ധതിക്ക് ഒരു വിലങ്ങുതടിയാകാതെ എപ്പോഴും അതിനൊരു വഴികാട്ടിയായി നിന്ന അമ്മ, രക്ഷാകര സംഭവങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച അമ്മ, യേശു തൻ്റെ രക്ഷ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി നൽകാൻ ആഗ്രഹിച്ചപ്പോൾ അതിനുവേണ്ട പ്രോത്സാഹനവും അതിനുവേണ്ട സഹായവും കഴിവുള്ള വിധത്തിൽ നൽകിയ അമ്മ ഇന്ന് നമ്മളെയും സഹായിക്കാൻ മതിയായവളാണ്. അതുകൊണ്ട് സഭ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സ്ഥാനപ്പേര് നൽകി, സഹരക്ഷക എന്ന പേര്. നമുക്ക് രക്ഷകൻ യേശുക്രിസ്തുവാണ്. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്താൻ, ആ രക്ഷകനിൽ ജീവിക്കാൻ, ആ രക്ഷകൻ നമുക്ക് വേണ്ടി സമ്പാദിച്ചു വച്ചിരിക്കുന്ന സ്വർഗീയ അനുഭവങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥത വഹിക്കുന്ന ഒരമ്മയുണ്ട്, സ്വർഗീയ മധ്യസ്ഥ. പരിശുദ്ധ മാതാവ് സഹരക്ഷയായി നമ്മുടെ കൂടെയുണ്ട്, സ്വർഗീയ മധ്യസ്ഥയായി നമ്മുടെ കൂടെയുണ്ട്. ഓഗസ്റ്റ് 15 സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധ മാതാവ് ഏതെല്ലാം ത്യാഗത്തിലൂടെ വേദനയിലൂടെ തൻ്റെ ഓമന മകൻ്റെ രക്ഷാകര പ്രവൃത്തികളിൽ പങ്കാളിയായവോ അതിനെല്ലാം ഒരു മഹത്വം നൽകിക്കൊണ്ട് പിതാവായ ദൈവം അവളെ ഇതാ സ്വർഗത്തിലേക്ക് തൻ്റെ ദൂതന്മാരാൽ കരകയറ്റി. ത്രിലോകരാജ്ഞിയായി മുടി ധരിപ്പിച്ച അമ്മ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗീയ മധ്യസ്ഥയായി സ്വർഗത്തിൽ വസിക്കുന്നവൾ, നമ്മുടെ കൂടെ നിൽക്കുന്നവൾ, പരിശുദ്ധ അമ്മയെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തെ മനസ്സിലോർത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ വേദനകളിൽ, ദുഃഖങ്ങളിൽ, പരാജയങ്ങളിൽ പങ്കുപറ്റാൻ കഴിവുള്ള ഒരു സ്വർഗീയ മധ്യസ്ഥ നമുക്കുണ്ട്. നമ്മളെപ്പോലെ ഭൂമിയിൽ ജനിച്ചു വളർന്ന ഒരു പാവപ്പെട്ട ഒരമ്മ നമുക്കുണ്ട്. പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച്, മാതാവേ സ്വർഗീയ മധ്യസ്ഥേ, ഈ എളിയദാസൻ ഭൂമിയിൽ കിടന്ന് ഞെരുങ്ങുന്ന ഈ ജീവിതത്തിൽ സഹായം അരുളണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളെ സാധിക്കുമെങ്കിൽ അടച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ദുഃഖങ്ങളെ സമർപ്പിച്ച്, ഓരോരോ ഞെരുക്കങ്ങളെ സമർപ്പിച്ച്, ഏത് വേദനയിലൂടെയാണോ നീ ഇപ്പോൾ കടന്നു പോകുന്നത്, ആത്മഹത്യയുടെ വക്കിലാണോ നിൻ്റെ ജീവിതം, വലിയ ഭാരത്താൽ, കടബാധ്യതകളാൽ, വലിയ തകർച്ചകളാൽ, തടസ്സങ്ങളാൽ ഞെരുങ്ങുന്നൊരു ജീവിതമാണോ നിൻ്റേത്, നിരാശപ്പെടരുത്. നിനക്കൊരു സഹരക്ഷക, നിനക്കൊരു സഹായക സ്വർഗത്തിലുണ്ട്, നിനക്കൊരു മധ്യസ്ഥ. അവളോട് നിൻ്റെ കാര്യം നീ പറഞ്ഞാൽ, അവളോട് നിൻ്റെ കാര്യം നീ അവതരിപ്പിച്ചാൽ അതിന് പ്രത്യുത്തരം കർത്താവിൻ്റെ പ്രവൃത്തി അനുഗ്രഹമായി നിനക്ക് ലഭിക്കും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് മാതാവിൻ്റെ കൂടെ നിന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവിനോട് ചേർന്ന് കർത്താവിനെ സ്നേഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും ദയയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ
വളർന്നു. എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടെ വന്നു. മാതാവിൻ ചിത്രമുള്ളുത്തരിയം അമ്മച്ചി അന്നെന്നെ അണിയിച്ചു. മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞെ വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. എത്രയും ദയയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടെ വന്നു. ഒരിക്കലും ഉപേക്ഷിക്കാത്തൊരമ്മ, അപേക്ഷിക്കുന്നവരുടെ അപേക്ഷ നിരസിക്കാത്തൊരമ്മ നമുക്കുണ്ട് സ്വർഗീയ മധ്യസ്ഥയായി. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടോ? അമ്മേ, എൻ്റെ ആശ്രയമേ, എല്ലാ ആശ്രയവും അസ്തമിക്കുമ്പോൾ നിനക്കൊരു സ്വർഗീയ മധ്യസ്ഥയുണ്ട്. അതാണ് പരിശുദ്ധ ദൈവമാതാവ്. അമ്മയിൽ ആശ്രയിക്കണം, അമ്മയോട് ചേർന്ന് നിൽക്കണം. അമ്മ നമ്മളെ യേശുവിൻ്റെ അരികിൽ എത്തിക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മച്ചി മാതാവിൻ ജപമാലയൊരെണ്ണം എൻ കുഞ്ഞു കൈകളിൽ വാങ്ങിത്തന്നു. മുത്തുകളെണ്ണിയ പ്രാർത്ഥനയ്ക്കർത്ഥങ്ങൾ ഭക്തിയോടെൻ കാതിൽ പറഞ്ഞു തന്നു. സന്ധ്യയ്ക്കു മാതാവിൻ രൂപത്തിൻ മുൻപിൽ തിരിവച്ചു കൈകൾ ഞാൻ കൂപ്പി നിന്നു. ജപമാല ചൊല്ലുമ്പോൾ എൻ കൊച്ചു ഹൃദയത്തിൽ ഈശോയും മാതാവും നിറഞ്ഞു നിന്നു. എനിക്ക് വലിയ പ്രാർത്ഥനകളൊന്നും അറിഞ്ഞുകൂടാതിരുന്നൊരു കാലഘട്ടം. അന്നെൻ്റെ പൂർവികർ, എൻ്റെ പിതാക്കന്മാർ എനിക്ക് പറഞ്ഞു തന്നു, മോനെ, മോളെ, നീ നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധ മാതാവിനോട് ചേർന്ന് നിന്നാൽ അമ്മ നിന്നെ യേശുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഒരിക്കലും കുഞ്ഞെ, അമ്മയെ നീ ഉപേക്ഷിക്കരുത്. പരിശുദ്ധ അമ്മ സഹായകയായി, മധ്യസ്ഥയായി നിന്റെ കൂടെ എന്നും ഉണ്ടായിരിക്കുന്ന അമ്മയാണ്. സ്നേഹത്തോടെ മാതാവിനെ ഓർത്ത് നിറഞ്ഞ കണ്ണുകളോടെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. ദൈവം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാരി വിതറുന്ന ഈ ആരാധനാ മണിക്കൂറിൽ കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി നിന്റെ ഹൃദയം തുറന്നു കൊടുക്കുക. പരിശുദ്ധ അമ്മയുടെ അരികിലിരുന്ന് പ്രാർത്ഥിക്കുക. മാതാവിൻ വണക്കമാസം വരും നാളിൽ വീട്ടിലെന്താഘോഷമായിരുന്നു. പ്രാർത്ഥനാ മുറിയെല്ലാം പൂമാല കോർത്തിടും. പ്രാർത്ഥനാ ഗീതങ്ങൾ ആർത്തുപാടും. നിത്യ സഹായ നൊവേനകൾ ചൊല്ലി ഭക്തിയായി മാതാവിനെ വണങ്ങി. മാതൃവാത്സല്യമാം സ്നേഹം നുകരാൻ മാതാവിൻ മടിയിൽ ഞാൻ ചാഞ്ഞുറങ്ങി. അമ്മേ, വാത്സല്യത്തോടെ എൻ്റെ അരികിൽ വരണമേ. ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് എത്ര അകലെയാണോ, എത്രമാത്രം എൻ്റെ ദൈവത്തെ ഞാൻ ഉപേക്ഷിച്ചോ, അത്രമാത്രം എൻ്റെ കർത്താവിലേക്ക് അടുക്കാൻ പരിശുദ്ധ മാതാവേ തുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മയെ സഹായിക്കണമേ. ഈശോയിലേക്കുള്ള പാതകളെന്നും മാതാവേ
മാതാവെനിക്കായി കാട്ടിത്തന്നു. പാപത്തിൽ വീഴാതെ നന്മകൾ ചെയ്തിടും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പരിശുദ്ധമ്മേ, ഈശോയിൽ നിന്നേറെ അനുഗ്രഹങ്ങൾ മാതാവെനിക്കായി വാങ്ങിത്തന്നു. ഈശോ തൻ സമ്മാനമായ മാതാവിനെ ഞാനെന്നും ജീവനായി സ്നേഹിക്കുന്നു. എത്രയും ദയയുള്ള മാതാവേ ചൊല്ലി പരിശുദ്ധമ്മേ, ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടെ വന്നു. മാതാവിൻ ചിത്രമുള്ളൊത്തരിയം അമ്മച്ചി അന്നെന്നെ അണിയിച്ചു. മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞെ വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നമുക്കൊരു പ്രാർത്ഥനയും അറിയാതിരുന്നൊരു കാലം, അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടന്നൊരു കാലം, പൊട്ടിയിട്ടും കൂട്ടിക്കെട്ടിയ ഒരു ജപമാല കയ്യിലേന്തി സന്ധ്യാസമയത്ത് മാതാവിൻ്റെ പടത്തിനരികെ മുട്ടുകുത്തി നിന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച നാളുകൾ എല്ലാം കൈമോശം വന്നുപോയി. ലോകവും അതിൻ്റെ മോഹങ്ങളും നമ്മളെ തേടി വന്നപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് മാതാവും ഈശോയുമല്ലേ? സമ്പത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഐശ്വര്യമുണ്ട്, എന്നാൽ ഹൃദയത്തിൽ സമാധാനം മാത്രമില്ല. എന്തുകൊണ്ടാണ്? നിനക്ക് സമാധാനം തരാൻ കഴിവുള്ള ദൈവത്തെ നീ ഉപേക്ഷിച്ചില്ലേ? നിന്നെ ദൈവത്തിലേക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിവുള്ള വഴിയറിയാവുന്ന വഴികാട്ടിയായ അമ്മയെ നീ ഉപേക്ഷിച്ചില്ലേ? പിന്നെ എങ്ങനെ നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും? ഇന്ന് നിന്റെ കുടുംബം നരകതുല്യമായ ഒരു കുടുംബമല്ലേ? അവിടെ സന്തോഷമുണ്ടോ? വാത്സല്യമുണ്ടോ? പങ്കുവയ്ക്കുന്ന അനുഭവമുണ്ടോ? ഒരു മെക്കാനിക്കൽ ലൈഫ് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലേ? എൻ്റെ മകനെ, എൻ്റെ മകളെ, ഈ ആരാധനയിൽ നീ വാവിട്ട് കരഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഈശോയെ, എനിക്ക് നഷ്ടപ്പെട്ടത് ആരോഗ്യമല്ല, സമ്പത്തല്ല, സൗന്ദര്യമല്ല, കഴിവല്ല, വിദ്യാഭ്യാസമല്ല. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഈശോയാണ്. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ മാതാവിനെയാണ്. എനിക്കൊരു സ്വർഗീയ മധ്യസ്ഥ ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടി വാദിക്കാൻ, എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ, എനിക്ക് വേണ്ടി അവർക്ക് വീഞ്ഞില്ല എന്ന് പറയാൻ ഒരു സ്വർഗീയ മധ്യസ്ഥ. അവളെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ പടിയിറക്കി കളഞ്ഞു. അവളെനിക്ക് കാണിച്ചു തന്ന എൻ്റെ കർത്താവിനെ ഞാൻ മാറ്റി നിർത്തി. എൻ്റെ ദൈവമേ, ഇന്ന് കൂദാശകളില്ലാതായി, പ്രാർത്ഥനകളില്ലാതായി, പരസ്പര സ്നേഹമില്ലാതായി, ലാളിത്യം നഷ്ടപ്പെട്ടു. അഹങ്കാരത്തിൻ്റെയും ഔന്നത്യത്തിൻ്റെയും ചിറകിലേറി ഞാൻ യാത്ര ചെയ്ത് എൻ്റെ അഹങ്കാരം എന്നെ തളർത്തി താഴെയിട്ടു. മാതാവേ, ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും കൈമുതലില്ലാതെ നിസ്സഹായനായി തിരുമുമ്പിൽ ഞാൻ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, രണ്ട് കരകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിറകണ്ണുകളോടെ നമ്മളെ വീണ്ടും ദൈവത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള നമ്മുടെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, എൻ്റെ ആശ്രയമേ. ഓരോരുത്തരും മനസ്സിൽ പ്രാർത്ഥിക്കട്ടെ. അമ്മേ, എൻ്റെ ആശ്രയമേ. പൊട്ടിയിട്ടും കൂട്ടിക്കെട്ടിയ ആ പഴയ കൊന്ത നിന്റെ ഓർമ്മയിലില്ലേ? ഒരു പുതിയ കൊന്ത മേടിച്ചു തരാൻ കാശില്ലാതിരുന്നൊരു കാലഘട്ടം. അന്നും നിന്റെ മാതാപിതാക്കൾ നിനക്ക് കെട്ടിത്തന്ന കൊന്ത അത് കയ്യിൽ നിന്ന് വെച്ച് നീ നിന്റെ ജീവിതം മുൻപോട്ട് നയിക്കുകയാണോ? ഈ ആരാധനയിൽ, ഈ മരിയൻ ധ്യാനത്തിൻ്റെ അവസാനത്തെ ആരാധനാ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ സ്വർഗീയ മധ്യസ്ഥേ, വീണ്ടും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറയാൻ, വീണ്ടും ദൈവത്തോടെ ചേർന്ന് ജീവിക്കാൻ എനിക്കൊരവസരം ലഭിക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഹൃദയം തുറന്ന് പരമാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. സഹോദര, ഇന്ന് നിനക്കെല്ലാം ഉണ്ടല്ലോ. സഹോദരി, നിനക്കെല്ലാം ഉണ്ടല്ലോ. ഇന്ന് മരിച്ചാൽ, ഇപ്പം മരിച്ചാൽ നിന്റെ ആത്മാവിന്റെ സ്ഥിതി എന്തായിത്തീരും? നിന്നെ നിത്യത്തിലെത്തിക്കാനുള്ള വഴികൾ നീ മറന്നു കളഞ്ഞുവോ? ദൈവത്തിന്റെ
ദൈവത്തിന്റെ വഴികളെ നീ ഉപേക്ഷിച്ച് കളഞ്ഞു പോ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ മരിയൻ ധ്യാനത്തിന്റെ അവസാന നിമിഷത്തിൽ ഈ ധ്യാനത്തിൽ സംബന്ധിച്ച മുഴുവൻ വ്യക്തികളും അനുഗ്രഹം പ്രാപിക്കട്ടെ. ഇവരുടെ ജീവിതത്തിൽ പടിയിറങ്ങിപ്പോയ ദൈവത്തിന്റെ ചൈതന്യങ്ങൾ, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ വാത്സല്യം, പരിശുദ്ധാത്മ അഭിഷേകം വീണ്ടും ഉജ്ജ്വലിക്കട്ടെ. കർത്താവേ, സഹോദര സ്നേഹം വർദ്ധിക്കട്ടെ, സഭാസ്നേഹം വർദ്ധിക്കട്ടെ. പരിശുദ്ധമ്മ വഴി സഭയിൽ നിലനിന്ന് ദൈവത്തിലേക്ക് ഓടിയെടുക്കാൻ, കർത്താവിന്റെ മുഖം ദർശിക്കാൻ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവാത്ഭുതം പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. കർത്താവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകളും ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവേ, അവരുടെ മേലുള്ള രോഗങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവേ, അവരുടെ മേലുള്ള ബുദ്ധിമുട്ടുകൾ മാറട്ടെ. കർത്താവേ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുടെ മേൽ ദൈവചൈതന്യം വ്യാപരിക്കട്ടെ. സ്നേഹം നഷ്ടപ്പെട്ടു പോയവർക്ക്, വീഞ്ഞു തീർന്നു പോയവരുടെ മനസ്സിൽ പുതുവീഞ്ഞു നിറയ്ക്കണമേ കർത്താവേ. ചൈതന്യം നഷ്ടപ്പെട്ടു പോയ ആത്മാവിൽ ചൈതന്യം നിറയ്ക്കണമേ കർത്താവേ. ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരും ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഈ ആരാധന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വ്യക്തികളും ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഓരോരുത്തരുടെ മേൽ ഇടപെടണമേ കർത്താവേ, ഓരോരുത്തരുടെ മേൽ ഇടപെടണമേ. അമ്മേ, എന്റെ ആശ്രയമേ, അമ്മേ, എന്റെ ആശ്രയമേ. വീഞ്ഞു തീർന്നു പോയ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പുതുവീഞ്ഞു നിറയ്ക്കാൻ യേശുവിനോട് പറയണമേ, യേശുവിനോട് പറയണമേ. ഞങ്ങൾക്ക് വീഞ്ഞില്ലെന്ന് യേശുവിനോട് പറയണമേ അമ്മേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. യേശു ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. ആരാധനയുടെ ആശീർവാദ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് കുടുംബം ഒരുമിച്ച് സന്ധ്യാസമയത്ത് വീട്ടിൽ മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ അമ്മയുടെയും യേശുക്രിസ്തുവിൻ്റെയും രൂപത്തിന് മുമ്പിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു നിനക്ക് ഓർമ്മയുണ്ടോ? ആ പ്രാർത്ഥനയിലേക്ക് ദൈവം നിന്നെ വീണ്ടും തിരിച്ചു വിളിക്കുകയാണ്. ഈ മരിയൻ ധ്യാനത്തിലൂടെ കർത്താവിൻ്റെ ആശീർവാദ സമയത്ത് നിങ്ങളുടെ സകല നിയോഗങ്ങളുടെ മേലെയാണ് ആശീർവാദം ലഭിക്കുന്നത്. നഷ്ടപ്പെട്ടുപോയ ആത്മീയ സമ്പത്ത് വീണ്ടെടുക്കാൻ, നഷ്ടപ്പെട്ടുപോയ പ്രസാദവരം വീണ്ടെടുക്കാൻ ഈ ആശീർവാദം നിന്നെ സഹായിക്കും, നിന്നെ അനുഗ്രഹിക്കും. തലമുറകളിലേക്ക് അനുഗ്രഹത്തിൻ്റെ കരകവിഞ്ഞുള്ള ഒഴുക്കുണ്ടാവും. നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്ന് ദിവികാരുണ്യ ആശീർവാദം നമ്മൾ പ്രാപിക്കുന്നു. കർത്താവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും അവിടുന്ന് ആശീർവദിക്കണമേ, ഞങ്ങൾക്കുള്ളവരെയും അവിടുന്ന് ആശീർവദിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
ഇന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന.